കുറുവയിൽ കാട്ടാനാക്രമണത്തിൽ ഇക്കോ ടൂറിസം ജീവനക്കാരൻ പോൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെ വയനാട്ടിൽ UDF-ഉം LDF-ഉം BJP-യും ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമാണ് എന്ന് ഞങ്ങളുടെ പ്രതിനിധി സുർജിത് അയ്യപ്പത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. ലക്കിടിയിൽ UDF പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. ഹർത്താലിനെ തള്ളി പറയുന്നില്ലെന്നായിരുന്നു മന്ത്രി AK ശശീന്ദ്രൻ്റെ ആദ്യ പ്രതികരണം. സുർജിത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ, ഹർത്താൽ പൂർണ്ണമാണ്, കടകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്, വാഹനങ്ങളൊന്നും ഓടുന്നില്ലല്ലോ, പറയൂ. SKN പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു. വയനാട് 3 പ്രധാനപ്പെട്ട മുന്നണികൾ ആഹ്വാനം ചെയ്ത ഹർത്താലാണ്. സ്വാഭാവികമായും അത് വയനാട്ടിൽ പൂർണ്ണമായും നിഴലിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കാട്ടിക്കുളത്താണ്. കാട്ടിക്കുളം എന്ന് പറയുന്ന പ്രദേശം അന്തർ സംസ്ഥാന പാതകളുള്ള പ്രദേശമാണ്. പ്രത്യേകിച്ച് കർണാടകയിലേക്ക് കടന്നു പോകുന്ന പ്രധാനപ്പെട്ട പാതകളെല്ലാം തന്നെ ഇവിടെയാണ്. കുട്ട വഴിയും ബാവലി വഴിയും എല്ലാം തന്നെ വാഹനങ്ങൾ പോകുന്നതും വരുന്നതുമായ വഴിയാണ്. ഇവിടെയാണ് ഞാനുള്ളത്. എന്തായാലും ഇവിടെ പ്രതിഷേധം മുന്നോട്ട് പോവുകയാണ്. വിവിധ മുന്നണികളുടെ പ്രവർത്തകർ പലയിടങ്ങളിലായി വാഹനങ്ങൾ തടയുന്നുണ്ട്. ലക്കിടിയിൽ ഗേറ്റിന് സമീപം കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും ചേർന്നാണ് വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ്. എന്തായാലും വയനാടിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും NDAയും ഒരുപോലെ ഇത്തരത്തിൽ സമരം നടത്തുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത് ഒരു വിഷയത്തിലാണ്. ആ വിഷയം ഇവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് എത്തുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ധാരാളം വാഹനങ്ങൾ ഇങ്ങനെ വഴിയരികിൽ കിടക്കുന്നത്. ഇതെല്ലാം തന്നെ യാത്ര ചെയ്യുന്ന വാഹനങ്ങളാണ്. ഇതെല്ലാം തടഞ്ഞിട്ടിരിക്കുകയാണ്. UDF-ൻ്റെ പ്രവർത്തകരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും ഒപ്പം തന്നെ BJP പ്രവർത്തകരും ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഇവരുടെ ജീവിതത്തെ വന്യമൃഗങ്ങൾ വലിയ അളവിൽ പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 16 ദിവസത്തിനിടെ 3 കാട്ടാന ആക്രമണ മരണങ്ങളാണ് വയനാട് ജില്ലയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇത് ഒരു അസാധാരണ സംഗതിയല്ല. ഒരാഴ്ചക്കിടെ 2 പേർ മരിക്കുന്നു. 16 ദിവസത്തിനിടെ 3 മരണം. ആദ്യം തോൽപ്പെട്ടിയിലെ വനമേഖലയോട് ചേർന്ന തോട്ടത്തിൽ ലക്ഷ്മണൻ എന്ന ഒരു ആദിവാസിയായ മനുഷ്യനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആ തോട്ടത്തിൻ്റെ കാവൽക്കാരനായിരുന്നു അദ്ദേഹം. അതിനുശേഷം പിന്നീട് അജീഷിൻ്റെ മരണം ഒരാഴ്ച മുമ്പ് ചാലിഗദ്ദയിൽ സംഭവിക്കുന്നു. കാട്ടാന ആക്രമണം തന്നെയാണത്. ഇതിനുശേഷം ഇപ്പോൾ കുറുവ ദ്വീപിലെ ജീവനക്കാരൻ കൂടിയായിട്ടുള്ള പോളിൻ്റെ മരണം കൂടി സംഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ മരണം തുടർക്കഥയാകുന്ന പശ്ചാത്തലം, ആളുകളെ ആക്രമിക്കുന്നു, കന്നുകാലികളെ ആക്രമിക്കുന്നു. അത്തരത്തിൽ ഇത് തുടർച്ചയാകുന്ന നിലയിലാണ് ഇത്തരമൊരു പ്രതിഷേധ മാർഗത്തിലേക്ക് വയനാട് എത്തിയിരിക്കുന്നത്. എന്തായാലും വയനാട്ടിൽ എത്തുന്നവരോട്, ഇങ്ങനെ വരുന്നവരോടെല്ലാം തന്നെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ ശേഷമാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആളുകൾ. ഈ പ്രതിഷേധം ഏതു തരത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും ഈ പ്രതിഷേധത്തിനൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഇതിന് ജനകീയമായ ഒരു പരിവേഷം ഉണ്ടാകണം. ജനത്തെ ആകമാനം ബാധിക്കുന്ന ഒരു വിഷയമാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അതിശക്തമായ ഒരു ഏകോപനം. കാർഷിക കുടിയേറ്റ മേഖലയിൽ 2 ജീവനുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. തോൽപ്പെട്ടിയിൽ ഉൾപ്പെടെയുള്ള ലക്ഷ്മണൻ്റെ മരണം ഉൾപ്പെടെ ഈ നാടിൻ്റെ നേരവകാശികളായ ആദിവാസി സഹോദരങ്ങളുടെ മേൽ വരെ ആനയുടെ ആക്രമണം ദിനേന പെരുകി വരുമ്പോൾ അതിശക്തമായി ഈ സമരത്തെ ഏകോപിപ്പിക്കാനും ജില്ല കണ്ട മലബാർ കാണുന്ന ഏറ്റവും വലിയ പ്രക്ഷോഭമായി ഇതിനെ നിലനിർത്തുക തന്നെയാണ് ഉദ്ദേശം. ഇതെന്തായാലും കക്ഷി രാഷ്ട്രീയം എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇവിടുത്തെ ഒരു ജനകീയ പ്രതിഷേധമായി, ജനകീയ സമരമായി മാറുന്നുണ്ട് വയനാട്ടിൽ. അതിനോട് വയനാടൻ ജനത പൂർണ്ണമായും സഹകരിക്കുന്നു. കടകളടച്ചും വാഹനങ്ങൾ നിരത്തിലിറക്കാതെയും അത്തരത്തിലുള്ള സഹകരണം പൂർണ്ണമായും ഉണ്ട് എന്നുള്ളതാണ് വയനാട്ടിൽ നിന്നും പറയാനുള്ളത്. SKN. ഓക്കെ, താങ്ക് യു. സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ ഹർത്താൽ പൂർണ്ണമാണെന്നാണ് സുർജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.